ഹലോ. അപ്പോൾ നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൽ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു രംഗമാണ് ഇന്ന് വരാനിരിക്കുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ ഞെട്ടിക്കുന്ന ആ രഹസ്യം ഇന്ന് അറിയുകയാണ്. അതായത് നമ്മുടെ വൈജയന്തിയുടെ ചോര തന്നെയാണ് നമ്മുടെ അലീന എന്നുള്ള ആ ഒരു രഹസ്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മഴ തോരും മുൻപേ എപ്പിസോഡിലോ പ്രൊമോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മുടെ മനു വന്നിട്ട് നമ്മുടെ ഹരിശങ്കറിനായിട്ട് നന്നായിട്ട് അവനെ എത്രത്തോളം അവന് ആ താക്കീത് കൊടുക്കാൻ പറ്റും ആ രീതിയിൽ നന്നായിട്ട് താക്കീത്, അതും ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ. എൻ്റെ അമ്മയോട് അവൻ ചോദിക്കുന്നുണ്ട്, ഈ ഹരിയെ കണ്ടാണോ അമ്മ എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞത്, അവനെ കണ്ട് പഠിക്കാൻ പറഞ്ഞത് ഈ സ്വഭാവമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ നന്നായിട്ട് പേടിക്കുകയാണ് ആര്, നമ്മുടെ ഹരിശങ്കർ. അങ്ങനെ മനു നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടെ തന്നെ നല്ല രീതിയിൽ മനുവിനിട്ട് കൊടുത്തിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ഹരിശങ്കറാണ്. ചേട്ടൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും, അവിടെ തറവാട്ടിൽ എല്ലാവരും അറിയുമോ ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്നും അതിനെ ഓർത്ത് അവൻ അങ്ങനെ സങ്കടപ്പെടുന്ന ഒരു സീനാണ്. എന്നാൽ നമ്മുടെ കമല സ്വന്തം മകൻ്റെ ഒരു സ്വഭാവ രീതി ഇതാണ് എന്നറിഞ്ഞ് ഞെട്ടലാണ്. കമലയ്ക്ക് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയില്ല. അതുമാത്രമല്ല മനു മുഖത്ത് നോക്കി ചോദിച്ചത്, ഈ ഹരീനെ കണ്ടാണോ അമ്മ എന്നോട് പഠിക്കാൻ പറഞ്ഞത്, അവൻ്റെ ഈ സ്വഭാവമാണോ ഞാൻ പഠിക്കേണ്ടതിരുന്നത് എന്ന് നമ്മുടെ മനു കമലയോട് ചോദിച്ച സീനും, അതുപോലെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ എൻ്റെ മകൻ എങ്ങനെ സാധിച്ചു, ഈ തറവാടിൻ്റെ അഭിമാനം ഇനി എന്തായിരിക്കും, ഇനി പോലീസ് എങ്ങാനും ഇതറിയോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ നമ്മുടെ കമലേനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ ഒരു സീന് വല്ലാത്തൊരു സീനാണ്. കാരണം ഒരു അമ്മ ഒരിക്കലും ഒരു സ്വന്തം പ്രസവിച്ച മകൻ്റെ നിന്നും ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതി അറിയുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനാണ് കമല അവിടെ നേരിട്ടത്. ഇനി എന്താവും അവൻ്റെ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഇത് പുറം ലോകം അറിഞ്ഞാൽ എന്താവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് കമല ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന രംഗം എന്നു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ രംഗമാണ്. നമ്മുടെ അലീനയും നമ്മുടെ കൃഷ്ണജയും കൂടെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ദിവസം, കാരണം കൃഷ്ണജയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അലീനയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്നതും മറ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നും എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചിയെ പോലത്തെ ഒരു ചേച്ചിയാണ് എനിക്കിഷ്ടം, വീട്ടിലെ ഒരു ചേച്ചിയുണ്ട് ബബിത, അവളൊന്നും മിണ്ടത്തുമില്ല, ആരും ഇതുപോലെയൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഉള്ളൊരു കൂട്ട് എൻ്റെ അലീന ചേച്ചി വരുന്നതിന് മുന്നേ മുത്തശ്ശിയായിരുന്നു. ഞാൻ മുത്തശ്ശിയുടെ റൂമിലായിരുന്നു കിടന്നത്. കുറേ മുത്തശ്ശിയായിട്ടൊക്കെ സംസാരിച്ചും രാത്രിയിൽ കുറേ കഥകളൊക്കെ പറഞ്ഞു, അങ്ങനെ കഴിഞ്ഞു. അലീന ചേച്ചി വന്നപ്പോഴാണ് എനിക്കൊരു കൂട്ടായതെന്ന് പറയുന്നുണ്ട്. ആണോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് അലീനയ്ക്കും ഫുഡൊക്കെ കൊടുത്ത് മോളും കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട്, എന്തായി, നീ അവളെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചോ അതോ എന്തായിരുന്നു ഇന്നത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഇവിടെ അലീന ചേച്ചിക്ക് അച്ഛാ, ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ കോള് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ നമ്മുടെ മനു വിളിക്കുകയാണ്, എങ്ങനെ ഉണ്ടോ, എവിടെ നിന്നിട്ട് നിനക്ക് ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നീ പറയണം കേട്ടോ, എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ വരാൻ വേണമെങ്കിൽ. ഒരു കുഴപ്പമില്ല മനുവേട്ട, എനിക്ക് ഒരു പ്രശ്നമല്ല, എൻ്റെ കൃഷ്ണജ കുട്ടിയല്ലേ, അവളും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, ഞങ്ങളിവിടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് അങ്ങനെ പോവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും നമ്മുടെ കൃഷ്ണജയും മനുവേട്ടനുമായിട്ട് കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണജയും നമ്മുടെ അലീനയും കൂടെ പറയുന്നുണ്ട്, ചേച്ചി ആ കുടുംബത്തിലെ ഏറ്റവും പാവം മനുവേട്ടനല്ലേ, മനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അലീന ചേച്ചീനെ വിളിക്കാറുണ്ടല്ലോ, എപ്പോഴും ഇല്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. എൻ്റെ അലീന പറയുന്നുണ്ട്, ചേച്ചിയുടെ ഫോൺ എവിടെയാണ്, ഞാൻ അവിടെ മൊത്തം നോക്കിയല്ലോ, ഞങ്ങളെല്ലാവരും നോക്കി, പക്ഷേ ഫോൺ കണ്ടില്ല. അപ്പോഴാണ് അലീന ആലോചിക്കുന്നത്, അവസാനമായിട്ട് ആ ഫോണ് ഡൈനിങ് ടേബിളിലാണ് അലീന വെച്ചത്. അപ്പോൾ അവൾ ഓർത്തു, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു മോളെ, പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ നോക്കി ചേച്ചി, പക്ഷേ കണ്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ എന്താ ചെയ്യുക, അത് സാരമില്ല കുഴപ്പമില്ല, അല്ല അന്ന് എറണാകുളത്ത് പോയപ്പോൾ അവരെ വിളിക്കണ്ടേ, അപ്പോൾ വിളിക്കണം കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം അലീന. കൃഷ്ണജ പറയും, ചേച്ചി ഞാൻ നാളെ പോകുമ്പോൾ ചേച്ചിക്ക് എൻ്റെ ഫോൺ തന്നിട്ട് പോകാം. വേണ്ട മോള് കൊണ്ടുപോയിക്കോളൂ, എനിക്ക് വേണമെന്നില്ല, അതല്ല ഞങ്ങൾക്ക് സ്കൂളിലൊന്നും മൊബൈൽ അലൗഡ് അല്ല, അപ്പോൾ ചേച്ചി
എന്തായാലും ഫോൺ വെച്ചോളൂ, എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നതുകൊണ്ടാണ് ഫോൺ എൻ്റെ കയ്യിൽ തന്നതെന്ന് നമ്മുടെ കൃഷ്ണജ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണജ പറയുന്നുണ്ട്, ചേച്ചി അപ്പോൾ നമ്മുടെ മറ്റേ രേവതി കുട്ടീനെ വിളിക്കണമല്ലോ, അപ്പോൾ ആ നമ്പർ ആ ഫോണിലാണ്. അപ്പോൾ അലീന പറയും, മോളെ എൻ്റെ ഒരു ബാഗിനകത്ത് ഒരു ഡയറി ഉണ്ട്, അതിൽ ഞാൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം അലീന ചേച്ചി, ഞാൻ ആ നമ്പർ ഫോണിൽ സേവ് ചെയ്ത് തരാം, അപ്പോൾ ചേച്ചിക്ക് വിളിക്കാമല്ലോ. ശരി ആയിക്കോട്ടെ എന്ന് പറയാം. എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതി കുട്ടി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സീനാണ്. കാരണം ഇതുവരെയും പിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അലീനേനെ, എന്ത് പറ്റി കാണും എന്നുള്ള ഒരു സങ്കടത്തോടു കൂടി രേവതി കുട്ടി ഇരിക്കുകയാണ്. ഈ വിവരങ്ങളൊക്കെ നമ്മുടെ രേവതി കുട്ടി നമ്മുടെ മാമച്ചനോടും ഗ്രേസമ്മയോടും പറയണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇന്നൊരു ദിവസം കൂടെ നോക്കാം, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടീനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തുകയാണ്. എന്നാലും അവൾക്ക് ആകെ ഒരു ടെൻഷനാണ്, എന്ത് പറ്റി കാണും, മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫും, ഒരു വിവരവും ഇല്ല അലീന ചേച്ചിയുടെ, എന്ത് പറ്റിയോ എന്നുള്ള ഒരു ടെൻഷൻ ആ മോക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്ര മേനോനും വൈജയന്തിയാണ്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ രാവിലെ തന്നെ റെഡിയായിട്ട് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വൈജയന്തി ചെന്നിട്ട് അടി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുള്ളൂ. പോവായിരിക്കും, ഹോസ്പിറ്റലിലോട്ടായിരിക്കും, അതേ എന്താന്ന് ചോദിക്കും. അപ്പോൾ അല്ല ഇന്നും നമ്മുടെ കൃഷ്ണജ ഇങ്ങോട്ട് വരുമോ അതോ അവിടെ തന്നെയാണോ നിൽക്കുന്നത്, നീ ഈ കിടന്ന് ഇത്രയും ചാടേണ്ട കാര്യമൊന്നുമില്ല, ഒരു 2 ദിവസം അവൾ അവിടെ നിന്നു എന്ന് വിചാരിച്ച് ഭൂകമ്പം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ബാലേന്ദ്രൻ നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്. നിങ്ങളെ എന്തോ ആയിക്കോ, നിങ്ങൾ അല്ലെങ്കിൽ അച്ഛനും മോളും ഒരു ഒറ്റ കെട്ടാണല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തറുതലയല്ലേ പറയാനുള്ളൂ എന്ന് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടി അവൾ അവിടെ നിന്നാലും ഒരു കുഴപ്പമില്ല, പഠിക്കാനോ കാര്യങ്ങളാണെങ്കിലും 2 ദിവസം അവിടെ നിന്നെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, പിന്നെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഒരു കാര്യവുമില്ല, ഇനി പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് എനിക്കിനി പറ്റില്ല, എനിക്ക് എന്തായാലും സമയമായി എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഇതിനൊക്കെ മറുപടി വാ കൊണ്ടാണ് അല്ല കൈ കൊണ്ടാണ് കൊടുക്കേണ്ടിയിരുന്നത്, വാ കൊണ്ടല്ല, എന്തായാലും ക്ഷമിച്ചു പോവാം, 3 കുട്ടികളുടെ അച്ഛനായി പോയില്ലേ, വെറുതെ കുടുംബം തല്ലിപ്പിടിച്ച് കളയണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒരു നോട്ടം നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗമാണ്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇതിനിടയിൽ രാവിലെ തന്നെ നമ്മളെ കൃഷ്ണജ മോള് സ്കൂളിലൊക്കെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ച് അലീന ചേച്ചിക്കും കൊടുത്ത് മോളും കഴിച്ച് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അലീന കൃഷ്ണജ മോളടുത്ത് പറയുന്നുണ്ട്, മോൾ ഇന്നലെ ഒരു ദിവസം നിന്നല്ലേ, ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ അങ്ങ് വീട്ടിൽ പൊക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അലീന ചേച്ചി, ഞാൻ എന്തായാലും ഇന്ന് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേ വരുള്ളൂ, അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മൊബൈൽ ചേച്ചിക്ക് തരാം, ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ആരെങ്കിലും വിളിച്ചോളൂ, അച്ഛൻ്റെ നമ്പർ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അച്ഛൻ ഇപ്പം തന്നെ വരുമായിരിക്കും, അപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്നാൽ എനിക്ക് ടൈമായി എന്ന് പറഞ്ഞിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ് മോള് കൃഷ്ണജ മോള് സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് അലീനയ്ക്ക് ശരിക്കും വിഷമമായി. കാരണം വെച്ചാൽ ആ ഒരു വീട്ടിൽ ബാലചന്ദ്രൻ സാറും പിന്നെ കൃഷ്ണജയും പിന്നെ മുത്തശ്ശിയും, ഈ 3 പേരാണ് ആ വീട്ടിൽ ആകെ അവളുടെ അടുത്ത് ഇച്ചിരി സ്നേഹത്തോടെ പെരുമാറുകയും ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ഉള്ളൂ. അപ്പോൾ മോളുടെ സ്നേഹം അവൾക്ക് വല്ലാത്തൊരു ഫീലിങ്സാണ് കൃഷ്ണജ മോളുടെ. കാരണം സ്വന്തം അനിയത്തി കുട്ടിയെ പോലെ തന്നെയാണ് അവൾ എന്നെ കാണുന്നു എന്നുള്ളൊരു ചിന്ത അലീനയ്ക്ക് ഉണ്ടായിട്ട് ചെറിയൊരു വിഷമമൊക്കെ വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങനെ ചിന്തിച്ച് കിടക്കണം. ആ സമയത്താണ് ഓർക്കുന്നത്, എൻ്റെ രേവതി കുട്ടീനെ ഒന്ന് വിളിക്കാം എന്നോർത്തിട്ട് അവൾ ആ മൊബൈൽ എടുത്തിട്ട് രേവതി കുട്ടീനെ വിളിക്കുകയാണ്. പാവം ഇത്രയും നേരമായിട്ടും ചേച്ചി അലീനയുടെ കോള് വരാത്തതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് മോള്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പിന്നെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ അലീന രേവതി കുട്ടീനെ വിളിക്കാൻ വേണ്ടി ഫോണൊക്കെ എടുത്ത് കോൾ ചെയ്യുന്ന സമയത്ത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലെത്തുകയും റൂമിലോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി കുട്ടിയുടെ മൊബൈലിലോട്ട് ഒരു കോള് വരണം. അപ്പം പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ, ആരായാലും എടുക്കാമെന്ന് കരുതിയിട്ട് മോള് രേവതി കുട്ടി ആ കോൾ എടുക്കുകയാണ്. മോളെ ഞാനാണ് അലീനയാണെന്ന് പറയുന്നുണ്ട്. ഇതെവിടെയായിരുന്നു ചേച്ചി, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കണു, ഇതെവിടെയായിരുന്നു, എത്ര മാത്രം ഞാൻ സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്തു എന്നറിയോ, ചേച്ചിക്കൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് 100 പരാതിയാണ്. അപ്പോൾ അലീന പറഞ്ഞു, മോളെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിടാ, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എങ്കിലും അവളുടെ പരാതികളൊന്നും തീരുന്നില്ല. ചേച്ചി ഫോൺ പിന്നെ ചാർജ് തീർന്നു പോയെങ്കിൽ ചേച്ചി ആ ഫോൺ ചാർജ് കുത്തിയിട്ടിട്ട് വിളിച്ചാൽ മതിയല്ലോ, ഇത് ആരുടെ നമ്പറാണ്? അപ്പോൾ അങ്ങനെ അവളുടെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചേച്ചിയുടെ സംസാരത്തിലും ആ ഒരു സൗണ്ടിലൊക്കെ ആകെ ഒരു പകർച്ച, എന്താണ് ചേച്ചി, എന്താ സംഭവിച്ചത്? ഒന്നുമില്ല
ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, ഇല്ല എന്തോ ഉണ്ട്, കാര്യം പറ ചേച്ചി, എന്താണെങ്കിലും എന്നോട് പറ. അവസാനം അവളുടെ നിർബന്ധത്തിൽ. അപ്പം ഈ സമയം നമ്മുടെ ബാലചന്ദ്രൻ രേവതിക്കുട്ടി നമ്മുടെ അലീന കിടക്കുന്ന റൂമിൻ്റെ അടുത്തോട്ട് എത്താറായി. അപ്പോൾ നമ്മുടെ അലീനയുടെ വായിൽ നിന്നും പറഞ്ഞു തുടങ്ങുകയാണ്, മോളെ നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊരു വ്യക്തിയും അറിയരുത്, എനിക്ക് വാക്ക് തരണമെന്ന് രേവതിക്കുട്ടിയോട് അലീന ചോദിക്കണം. ഇല്ല ചേച്ചി, ചേച്ചി പറയൂ, എന്താണെങ്കിലും പറയുമെന്ന് പറയണം. എന്നിട്ട് നമ്മുടെ അലീന കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയാണ്. ഞാൻ അന്ന് നീയുമായിട്ട് ഫോൺ ചെയ്ത് വെച്ചല്ലോ, ആ ഫോൺ ചെയ്തുകൊണ്ടിരിക്കവേ നമ്മുടെ രോഹിത് അവിടെ കയറി വരികയാണ്. രോഹിത് അവിടെ വരികയാണെന്ന് പറയുന്ന ടൈമിലാണ് നമ്മുടെ ബാലചന്ദ്രൻ ആ റൂമിൻ്റെ ഡോറിലോട്ട് എത്തുന്നത്. അപ്പം രോഹിത്തിൻ്റെ കാര്യം പറയണായിട്ടപ്പോൾ ബാലചന്ദ്രൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്റ്റോപ്പായി. എന്നിട്ട് എന്താണ് മോളെ ഈ അലീന ആരുടെ അടുത്താണ് ഈ പറയണേ, എന്താ പറയണേ എന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളും പറയാണ്. അന്ന് രോഹിത് അവിടെ വരികയും എന്നോട് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത് ഇട്ടിട്ടുണ്ട്, അത് എടുക്കാൻ പറഞ്ഞോന്ന് പറയാം. അതെടുത്ത ശേഷം എനിക്ക് ഒരു ലെമൺ ജ്യൂസ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കൊണ്ട് കൊടുത്തപ്പോൾ അതിനെന്തോ ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു എന്നും അപ്പോഴാണ് ബാലേന്ദ്രൻ അറിയുന്നത്. അപ്പോൾ അന്ന് അവിടെ രോഹിത് അവിടെ വന്നിട്ടുണ്ടോ, ഒരു വല്ലാത്തൊരു ഞെട്ടലാണ്. കാര്യം വെച്ചാൽ രോഹിത്തിൻ്റെ ക്യാരക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ബാലേന്ദ്രന് നല്ല അറിയാമല്ലോ. അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പേടിയും ഫീലിങ്സും ആയിപ്പോയി. അപ്പോൾ ഇനി എന്താ അവൾ പറയുന്നത്, അലീന പറയുന്നത് എന്നുള്ളത് ആകാംക്ഷയോടെ കേട്ട് നിൽക്കുകയാണ്. എൻ്റെ നമ്മുടെ അലീന പറയുന്നുണ്ട്. അതിന് ശേഷം ആ നാരങ്ങ വെള്ളത്തിലെ പുളിപ്പാണ്, നീ കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും അപ്പോൾ അത് കുടിച്ചു നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല തോന്നില്ല രോഹിത്തെ എന്ന് പറയുന്നുണ്ട്. ഇല്ല നീ അത് മൊത്തം ഒരു സിപ്പല്ല 2-3 സിപ്പ് എടുത്ത് കുടിക്കുക, അപ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെ നിർബന്ധിച്ച് കൊടുക്കുകയും അതിൽ മയക്കും മരുന്ന് ചേർത്തിട്ടുണ്ടെന്നും അത് കഴിഞ്ഞ് ബാത്റൂമിനകത്ത് നമ്മുടെ ഹരിശങ്കർ ഒളിച്ചിരുന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്നെ ആക്രമിക്കാൻ റേപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ തല കറങ്ങുകയാണോ, ഇപ്പോൾ വീഴും. വല്ലാത്തൊരു ഫീലിങ്സായി. സ്വന്തം മോനും കസിൻ അനന്തരവൻ്റെയും കാര്യങ്ങളാണ് ഈ അലീന പറയുന്നത്. ഇതൊക്കെയാണോ അവിടെ നടന്നത്, ഇതെന്താ ഞാൻ ഈ കേൾക്കണം. പുള്ളിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു ഫീലിങ്സ് ആയിപ്പോയി. താനിപ്പം വീണ് പോകുമോ എന്നുള്ള അത്രയും ഒരു ഫീലിങ്സ്. അപ്പോൾ അലീന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് ബാലചന്ദ്രൻ കേൾക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് എൻ്റെ കത്രിക എടുത്ത് വയറ്റി കുത്തിയതാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രേവതിക്കുട്ടി ഭയന്ന് കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇത് ആരോടും പറയരുത്. എന്നിട്ട് രേവതിക്കുട്ടി ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്, എന്നിട്ട് കേസൊന്നും ആയില്ല അലീന ചേച്ചി? കേസൊക്കെ ആയി മോളെ, പോലീസ് മൊഴിയെടുക്കാൻ വന്നു, പക്ഷെ ഞാനെങ്കിലും അവർക്കെതിരായിട്ടൊന്നും പറയില്ല. അതെന്താ ചേച്ചി പറയാത്തത്? അപ്പോൾ പറയും, അമ്മയ്ക്ക് സങ്കടം ആവില്ലേ? അതുമാത്രമല്ല അവൻ എൻ്റെ ചോരയല്ലേ രോഹിത്ത്, ഞാൻ എങ്ങനെയാണ് അവനെതിരെ മൊഴി കൊടുക്കുക? ഇതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ്റെ ഫുൾ പവറും അങ്ങ് ഡൗണായി. ഇതെന്തൊക്കെയാണ്? അലീന നമ്മുടെ വൈജയന്തിയുടെ മകളോ? അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല. പുള്ളിക്ക് ആകെ ബാലേന്ദ്രൻ ആകെ ഇപ്പോൾ തന്നെ വീഴും എന്നുള്ളൊരു സിറ്റുവേഷനായിപ്പോയി. അങ്ങനെ അവൾ എല്ലാ കഥകളും പറഞ്ഞ് ഇതെല്ലാം കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ ആ റൂമിലോട്ട് കയറി പോകാൻ തോന്നിയില്ല. പുള്ളി നേരെ ചെന്നിട്ട് അവിടുത്തെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെയറിൽ എങ്ങനെയൊക്കെ പിടിച്ച് ഇപ്പം വീണ് പോകുമെന്നുള്ള അവസ്ഥയിൽ മൊത്തം മനസ്സ് തകർന്ന്. ഇത്രയും നാളും എന്നോടൊപ്പം ജീവിച്ച അവൾ, എനിക്കറിയാം ഒരു 3 വർഷത്തോളം വൈജയന്തിയുടെ എൻ്റെ ലൈഫിൽ അറിഞ്ഞൂടാത്ത ഒരു 3 വർഷത്തോളം വൈജയന്തിക്ക് ഉണ്ടായിരുന്നു ആഗ്രയിലുള്ളപ്പോൾ ഉള്ള ആ സമയത്താണോ ഇത്? അപ്പോൾ വൈജയന്തിയുടെ സ്വന്തം മോളാണോ ഈ അലീന? അപ്പോൾ ഞാൻ അവളുടെ അച്ഛനായിട്ട് വല്ല എൻ്റെ ഭാര്യയായിട്ട് വൈജയന്തി നിൽക്കുമ്പോൾ ഞാൻ അവളുടെ അച്ഛനായിരിക്കില്ലേ? ഈ സത്യങ്ങളൊക്കെ ഇത്രയും നാളെ ഞാൻ അറിയാത്തത് എന്താണ്? ഞാനിത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ബാലചന്ദ്രൻ ആകെ തളർന്ന് ഡെസ്പായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണോ ഇവിടെ നടന്നത് എന്ന് ഓർത്തിട്ട്. കാര്യം അദ്ദേഹത്തിന് ശരിക്കും ഒരു ശ്വാസം പോലും വിടാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് തളർന്നു പോയി. ഒന്നാമത് സ്വന്തം ഭാര്യയുടെ ഒരു ബന്ധം അറിയുന്ന അതിലൊരു മോളാണ് ഈ അലീന മോളെന്ന് അറിയുന്നുണ്ട്. അതുകൂടാതെ സ്വന്തം മകൻ സ്വന്തം കൂടപ്പിറപ്പിനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കണു എന്നുള്ളത്, ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വൈജയന്തിയുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ബാധിക്കുമെന്നും അലീന ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ്റെ മകളായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഉറപ്പ് വരെയാണ്. അതായത് അലീനയ്ക്ക് ഇനി ഒരു സ്ഥാനമുണ്ട്. ഇനി വെറും വേലക്കാരി അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് ആയിട്ടല്ല ഇനി അലീന വരുന്നത്. അപ്പോൾ ഇതെല്ലാം
അറിഞ്ഞ ബാലചന്ദ്രൻ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യാൻ പോകുന്നതെന്നും സ്വന്തം മകൻ ചെയ്ത ഈ ഒരു ക്രൂരകൃത്യം എങ്ങനെ നേരിടുമെന്നും സ്വന്തം ഭാര്യ ഇത്രയും നാളും എൻ്റെ മുമ്പിൽ മറച്ചു വെച്ച ആ രഹസ്യം താൻ അറിഞ്ഞു എന്നറിയുമ്പോൾ അവൾ എന്ത് പറയുമെന്നും ഒക്കെയുള്ള രംഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു നമ്മുടെ മഴതോരും മുൻപേ. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രൊമോ റിവ്യൂ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.